നമ്മുടെ ഈ ഫോൺ എടുത്തിട്ട് 3 വർഷമാകുകയാണ്. ഇങ്ങനത്തെ മെയ് മാസം ആകുമ്പോഴത്തേന് 3 വർഷമാകും. റിയൽമി C21 എന്ന് പറയുന്ന ഈ ഫോൺ എടുക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് എൻ്റെ ഈ പൈസ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ആട്ടുംകൂടിൻ്റെ അടിയിൽ നിന്ന് ചാണകം വാരി വലിച്ചയച്ച് ഈ പാറയെ കൊണ്ടുവന്ന് ഉണക്കാനിടും. അങ്ങനെ ഉണക്കാനിട്ട് എനിക്കൊരു 2000 രൂപ കിട്ടി. പിന്നെ തൊഴിലുറപ്പിന് പോയതും അങ്ങനെ ഇങ്ങനെ സംഘത്തിനായാലും കുറച്ച് പൈസ ഞാൻ അങ്ങനെ ശേഖരിച്ച് ഒരു 10000 രൂപ എടുത്ത് ഞോഞ്ഞിയുടെ കടയിൽ പോയി. ഞോഞ്ഞി ആശാൻ്റെ കടയിൽ പോയി. അന്ന് 5G ഫോൺ ഇറങ്ങിയ സമയമാണേ. അപ്പോൾ സാംസങ്ങിൻ്റെ ഒക്കെ 5G ഫോൺ എന്ന് പറയുമ്പോൾ 15000 അത്രയൊക്കെ ഉള്ളൂ, 9,000 ഉള്ളൂ. നമ്മൾ ഈ ഫോൺ വാങ്ങിച്ചത് 4GB റാം 64GB ഇൻ്റർനെറ്റ് സ്റ്റോറേജ് ഉള്ള ഈ ഫോണ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഫോണെല്ലാം ഓക്കെ ആയി. ക്യാമറ അന്ന് തൊട്ടേ പ്രശ്നമുള്ളതാണ്. ഓക്കെ, തിരിച്ച് 3ാമത്തെ ദിവസം ഞാൻ ഒന്നുകൂടെ ഞോഞ്ഞിയുടെ കടയിൽ പോയി. അവിടെ ഞോഞ്ഞിയെ കണ്ടില്ല. ഞോഞ്ഞിയുടെ ശിങ്കിടി അവിടെ നിന്ന് പണിയുന്നു. ഫോണിൻ്റെ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അന്നേരം നോക്കി, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ. ഇതിനകത്ത് പിഞ്ഞാ സെറ്റിങ്സ് എന്ന് പറയുന്ന സംഭവമില്ല, അത് ചെയ്യാൻ പറഞ്ഞു. പിഞ്ഞാ സെറ്റിങ്സ് ചെയ്തപ്പോഴത്തേക്കിനും ഫോണ് വീട്ടിൽ വന്നു, എല്ലാം ഓക്കെ ആയി. ശിങ്കിടി പറഞ്ഞ പോലെ പിഞ്ഞാ സെറ്റിങ്സ് എല്ലാം ചെയ്തു. ഇപ്പം 3ാമത്തെ വർഷമാവുകയാണ്. ഫോണിന് ഒരു കുഴപ്പമില്ല. ഇപ്പം ക്യാമറ നോക്കുമ്പം യൂട്യൂബ് നോക്കുമ്പം ഇൻസ്റ്റഗ്രാം വരും. ടച്ച് ചെയ്യാൻ നോക്കുമ്പം ഡിസ്പ്ലേ ഓഫാകും. ക്യാമറ നോക്കുമ്പം വെള്ള കളറാകും, പച്ച കളറാകും. ഇപ്പം മൊത്തത്തിൽ പോയി. ഇത് തന്നെയാണ്. അപ്പോൾ ഈ പിഞ്ഞാ സെറ്റിങ്സ് ഒന്നും ആരും ചെയ്തേക്കല്ല്.